കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ലഹരിക്കടത്ത് കേസുകളുടെ എണ്ണം ഓരോ വർഷവും കൂടുന്നുവെന്ന ഔദ്യോഗിക കണക്ക്, എക്സൈസിന്റെ തന്നെ കണക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബംഗളൂരുവിൽ നിന്ന് ലഹരിക്കടത്തിന് മാക്കൂട്ടം ഇരിട്ടി പാത ഒരു ഇടനാഴിയായി മാറുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടി ഇപ്പോൾ ഔദ്യോഗികമായി എക്സൈസ് സ്ഥിരീകരിക്കുന്നു. കൂടാതെ രാസലഹരിയുടെ പട്ടികയിലേക്ക് പുതിയ ചില പേരുകൾ കൂടി വന്നിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. 3 വർഷം മുമ്പുള്ള കണക്കുമായി താരതമ്യപ്പെടുത്തിയാൽ കണ്ണൂർ ജില്ലയിലെ ലഹരിക്കടത്തു കേസുകളിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം കർണാടകയിൽ നിന്ന്, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ നിന്ന് സുലഭമായി ലഹരി മരുന്നുകൾ മാക്കൂട്ടം ഇരിട്ടി അതിർത്തി കടന്ന് കണ്ണൂർ ജില്ലയിലേക്കും മറ്റ് വടക്കൻ ജില്ലകളിലേക്കും എത്തുന്നുവെന്നതാണ്. എക്സൈസ് ഈ വർഷം ഇതുവരെ പിടികൂടിയ ലഹരിക്കടത്തു കേസുകളുടെ എണ്ണം നമുക്ക് പരിശോധിക്കാം. അത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുകയും ചെയ്യാം. ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 20 വരെ എക്സൈസ് പിടികൂടിയത് 360 ലഹരി കേസുകളാണ്. 358 പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ വർഷം ഓഗസ്റ്റ് 20 വരെ 466 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 8 മാസത്തിനിടെ മാത്രം 100-ലധികം കേസുകളുടെ വർധന. ഈ വർഷം നിലവിൽ 472 പേരെയാണ് എക്സൈസ് ആകെ അറസ്റ്റ് ചെയ്തത്. MDMA, മെത്താഫിറ്റാമിൻ ഗണത്തിൽ 521 ഗ്രാം പിടികൂടി. രാസലഹരി പട്ടികയിലേക്ക് പുതുതായി എഴുതി ചേർത്ത നൈട്രോസെഫാം ടാബ് 47 ഗ്രാമും ട്രാമോഡോൾ 24 ഗ്രാമും എക്സൈസ് പിടികൂടി. ഓർക്കണം, ഇത് എക്സൈസ് പിടികൂടിയ കണക്ക് മാത്രമാണ്. ബംഗളൂരുവിൽ നിന്ന് നിരവധി ബസ്സുകൾ കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇവയിൽ യാത്ര ചെയ്തും ലഹരിക്കടത്ത് നടക്കുന്നുണ്ടെന്ന സംശയം ശക്തമാണ്. പാഴ്സൽ സർവീസ് വഴി ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെന്നും നേരത്തെ വ്യക്തമായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂർ വഴിയുള്ള ലഹരിക്കടത്ത് ഇടനാഴി പൊളിച്ചാൽ മാത്രമേ വടക്കൻ ജില്ലകളിലെ തന്നെ ലഹരിക്കടത്തു കേസുകൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായുള്ള ശക്തമായ ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് പോലീസും എക്സൈസും വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.